നമസ്കാരം. എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. ഈ മെയ് മാസം 27-ാം തീയതി ബുധനാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ ഏകാദശി. ഈ ഏകാദശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പുരുഷോത്തമ മാസത്തിൽ വരുന്ന ഏകാദശിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ഏകാദശിയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഏകാദശിക്ക് വളരെയധികവും ഫലവുമുണ്ട്. ഏകാദശി തുടങ്ങുന്നത് നാളെ ചൊവ്വാഴ്ച അതികാലെ 5-നാണ്. അവസാനിക്കുന്നത് ബുധനാഴ്ച 6:21-നാണ്. നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏകാദശി തിഥിയും ദ്വാദശി തിഥിയും ഒന്നിച്ചു വരുന്ന ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ദശമി ആയതുകൊണ്ട് തന്നെ തുളസി ഇലകളൊക്കെ തന്നെ പറിച്ചു വയ്ക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നാളെ ഏകാദശി തിഥിയിലും അടുത്ത ദിവസം ദ്വാദശി തിഥിയിലും തുളസി ഇലകൾ പറിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുളസി ഇല പറിച്ചിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളുടെ പരിസരത്തുള്ള ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് തുളസി ഇല വാങ്ങാനായിട്ട് കിട്ടും. അതായത് അമ്പലം ഉള്ള പരിസരത്തുള്ള ചെറിയ കടയാണെങ്കിൽ പോലും അവിടെ കെട്ടാത്ത തുളസി ഇല കിട്ടും. കെട്ടിയ മാലയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. പത്മിനി ഏകാദശി എന്ന പേരുകൂടി ഈ ഏകാദശിക്കുണ്ട്. പുരുഷോത്തമ മാസത്തിൽ പുണ്യത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയേണ്ടതായിട്ടൊന്നുമില്ല. കാരണം ഒരു സംശയവും കൂടാതെ പ്രാർത്ഥിക്കേണ്ട ഒരു മാസമാണ് പുരുഷോത്തമ മാസം. പുരുഷോത്തമ മാസത്തിൽ നമ്മൾ ഏതൊരു പ്രാർത്ഥന, ഏതൊരു നാമം ചൊല്ലിയാലും, ഏതൊരു വഴിപാടുകൾ ചെയ്താലും, ഏതൊരു പൂജകൾ ചെയ്താലും അതിനൊക്കെ തന്നെ മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടുകളെക്കാട്ടിലും നാമജപങ്ങളെക്കാട്ടിലുമൊക്കെ കൂടുതൽ ഫലമാണ് ലഭിക്കുന്നത്. നാമം ജപിച്ചില്ലെങ്കിലും വഴിപാടുകൾ ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും ഇത്രയധികം ഫലങ്ങൾ ഈ ഒരു പുരുഷോത്തമ മാസത്തിൽ ലഭിക്കുമെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് അതിൽ അവിശ്വസിക്കാൻ ഒന്നും തന്നെ പാടില്ല എന്നുള്ളതാണ്. കാരണം ഈ മാസത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്തെ വിളിക്കുന്നത് അവിശ്വാസത്തോടായി കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകുകയില്ല. അപ്പം ഒരു കാരണവശാലും നിങ്ങൾ അവിശ്വാസത്തോടു കൂടി ഈ മാസം പ്രാർത്ഥിക്കരുത്. നടക്കുമോ ഈ മാസത്തിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഫലം കിട്ടുമായിരിക്കുമോ, അല്ലെങ്കിൽ എല്ലാ മാസത്തിലെയും പോലെ തന്നെയായിരിക്കുമോ, ഇങ്ങനെയൊന്നുമുള്ള യാതൊരു സംശയത്തിൻ്റെയും കാര്യമില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഫലം, നാമജപങ്ങൾക്കും പൂജകൾക്കുമൊക്കെ ഫലം കിട്ടുന്ന ഒരു മാസമാണ്. നാമജപങ്ങൾക്കോ പൂജകൾക്കൊക്കെ ഫലം കിട്ടുമോ എന്ന് ഒരിക്കലും സംശയിക്കാതിരിക്കുക. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യകാര്യങ്ങൾക്കും നമുക്ക് ഇരട്ടി ഫലമാണ് ഈ പുരുഷോത്തമ മാസത്തിൽ ലഭിക്കുന്നത്. ഈ ഏകാദശി ദിവസം നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. ഏകാദശി വ്രതം എന്ന് പറയുമ്പോൾ ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ വ്രതം എടുക്കാറുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം 2 ദിവസമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇന്നിപ്പോൾ ദശമി ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. നാളെ ഏകാദശി തിഥി വരുന്നത് മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നാളെ അരിയാഹാരങ്ങളെല്ലാം ഒഴിവാക്കുക. മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. മറ്റേനാൾ, അതായത് ബുധനാഴ്ച, ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. വ്യാഴാഴ്ച രാവിലെയാണ് പാരണമിടേണ്ടത്. എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അരി, ഗോതമ്പ്, ചെറുധാന്യങ്ങൾ, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ ഇവയൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്തൊക്കെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ ചൗവരി കഴിക്കാം, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം, കപ്പലണ്ടി കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം. ഏകാദശി വ്രതം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ആരോഗ്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാലും പഴങ്ങളും കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി. നിങ്ങൾ മരുന്ന് വല്ലതും കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കി വ്രതമെടുത്താലും മതി. പക്ഷേ ഒരു കാരണവശാലും തങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തി വേണം നിങ്ങൾ വ്രതങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ വയറോ നിറച്ച് ഓവറായിട്ട് ഭക്ഷണം കഴിക്കാതെ ലഘു ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ഇതൊക്കെ നമുക്ക് പറ്റും. ഭഗവാൻ എല്ലാം നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ
ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മളതനുസരിച്ച് ചെയ്താൽ മതി. അല്ലാതെ മറ്റൊരാൾ ഒന്നും കഴിക്കാതെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു, എനിക്കതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഏകാദശി വ്രതത്തിൻ്റെ ഫലം കുറയും എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. അത് ഏറ്റവും തെറ്റായ ചിന്തയാണ്. നിങ്ങളുടെ മനസ്സാണ് ഭഗവാൻ കാണുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന ശാരീരിക സ്ഥിതിയും നമ്മുടെ വീട്ടിലെ സ്ഥിതി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എപ്പോഴും അവരവരുടെ ആരോഗ്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് വേണം ഏതൊരു വ്രതവും അനുഷ്ഠിക്കേണ്ടത്. ഏകാദശി ദിവസം പകൽ ഉറങ്ങാൻ പാടില്ല, അതെല്ലാവർക്കും അറിയാം. ഏതൊരു വ്രതം എടുക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ആണ്. ശരീരശുദ്ധി നമുക്ക് കുളിച്ചാൽ കിട്ടും. എന്നാൽ മനഃശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ തന്നെ വിചാരിക്കണം. എന്നാൽ മാത്രമേ ആ വ്രതത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. മനഃശുദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കുറിച്ച് യാതൊരു തര ദുഷ്ചിന്തകളും പാടില്ല. ആരെക്കുറിച്ചും ചീത്ത പറയാതിരിക്കുക, മറ്റുള്ളവരുടെ നമ്മുടെ വാക്കിലോ നോക്കിലോ കൊണ്ടൊന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കുന്നത്. വ്രതം എടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ നോൺ വെജ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ദർശനം നടത്തി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ഭഗവാന് ദീപം കൊളുത്തി ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. പുരുഷോത്തമ മാസത്തിൽ വരുന്ന ഏകാദശി ആയതുകൊണ്ട് തന്നെ 33 വിളക്കുകൾ കൊളുത്തി, അതായത് 33 മൺചിരാതിൽ, പഴയ മൺചിരാത് മതി, അത് കഴുകി വൃത്തിയാക്കി അതിൽ എള്ളെണ്ണയോ നെയ്യോ ഒഴിച്ച് 31 മൺചിരാതുകൾ കൊളുത്തി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലും ചെയ്യാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഏകാദശി ആയതുകൊണ്ട് തന്നെ 33 ചെറിയ മാവിളക്കുകൾ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഈ 33 ആവശ്യം മൺചിരാത് തെളിയിച്ചാലും മതി. ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്താൽ മതി. ഇത് രണ്ടും ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ 33 തിരികളെടുത്ത് ഒന്നിച്ചാക്കിയിട്ട് നല്ലെണ്ണ ഒഴിച്ച് ഒരേ ഒരു ദീപം കൊളുത്തുക. അപ്പോൾ ഒരു വലിയ മൺചിരാത് വാങ്ങിച്ചിട്ട് അതിനകത്ത് എണ്ണയൊഴിച്ചിട്ട് 33 തിരികൾ, പഞ്ഞിത്തിരി ഒന്നിച്ച് ചേർത്തുകൊണ്ട് ദീപം തെളിക്കാം. അപ്പം ഈ സമയത്ത് ഭഗവാന്റെ നാമങ്ങളൊക്കെ 33 പ്രാവശ്യം വേണം ചൊല്ലേണ്ടത്. തുളസി പൂജ ചെയ്യണം. രാവിലെയും വൈകിട്ടും ദീപം കൊണ്ട് തുളസിക്ക് ആരതി ഒഴിഞ്ഞ് നിങ്ങൾ 3 പ്രദക്ഷിണം ചെയ്യണം. 3 പ്രദക്ഷിണം ചെയ്ത് വേണം തുളസി ദേവിയെ ആരാധിക്കാൻ. ഇതിനധികം പ്രാധാന്യം മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 33 ദേവന്മാരാണ് അഷ്ടവസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ 33 മാസങ്ങൾ കൂടുമ്പോഴാണ് ഈ അധിക മാസം വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 33 എന്ന സംഖ്യയ്ക്ക് ഇത്രയധികം പ്രാധാന്യം വരുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 33 ദേവന്മാരാണ് അഷ്ടവസുക്കൾ, 8 വസുക്കൾ, 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, 2 അശ്വിനി കുമാരന്മാർ. അങ്ങനെ ആർക്കെങ്കിലും നമുക്ക് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊടുക്കാം, 33 എണ്ണം എന്ന്. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് നിവേദ്യമായി 33 പഴം കൊടുക്കാം ഭഗവാന്, ഉണ്ണിയപ്പം ചെയ്യാം. നമുക്ക് വയ്ക്കാൻ സാധിക്കുന്നത് എന്തും വയ്ക്കാം, 33 എണ്ണം. അതിനുശേഷം വീട്ടിലുള്ളവർക്ക് അത് കഴിക്കാം, എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. ദീപങ്ങൾ കൊളുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ രാവിലെ കൊളുത്താം, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് കൊളുത്താവുന്നതാണ്. ചൊവ്വാഴ്ചയും ചെയ്യാം, ബുധനാഴ്ചയും ചെയ്യാം. ചൊവ്വാഴ്ച ഏകാദശി തിഥി രാവിലെ 5-ന് തന്നെ ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ പോകാൻ സാധിക്കുന്നവർക്ക് രാവിലെ പോയി ചെയ്യാം, അല്ലെങ്കിൽ സന്ധ്യയ്ക്കും ചെയ്യാം. ഇനിയിപ്പോൾ അന്ന് പറ്റുന്നില്ല എന്നുള്ളവർക്ക് ബുധനാഴ്ച രാവിലെയും ചെയ്യാവുന്നതാണ്. വീട്ടിൽ കൊളുത്തുന്നവർക്ക് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ചെയ്യാവുന്നതാണ്. വീട്ടിൽ 33 ദീപം കൊളുത്താൻ സാഹചര്യമില്ല, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ 33 ദീപങ്ങൾ കൊളുത്തി വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആൽമര ചുവട്ടിൽ കൊളുത്തി വയ്ക്കാവുന്നതാണ് 33 ദീപങ്ങൾ. അപ്പോൾ ആ ആൽമര ചുവട് എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള ഒരു ആൽമര ചുവടായിരിക്കണം. എല്ലാ ഏകാദശി വ്രതങ്ങൾക്കും ഒരു മാഹാത്മ്യ കഥയുണ്ടായിരിക്കും. ഈ ഒരു ഏകാദശി ഒരു മാഹാത്മ്യ കഥയുണ്ട്. ത്രേതായുഗത്തിൽ മഹിഷ്മതി എന്ന നഗരം ഭരിച്ചിരുന്നത് കൃതവീര്യ എന്ന രാജാവായിരുന്നു. അദ്ദേഹം വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജാവായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്ന് അവസാനം രാജാവ്
തപസ്സു ചെയ്യുന്നതിന് വേണ്ടി മലമുകളിലേക്ക് പോകും. രാജാവിൻ്റെ പത്നിയായ പത്മിനിയും രാജാവിനോടൊപ്പം തന്നെ മലമുകളിലേക്ക് പോകും. രാജാവ് അവിടെ പോയി 10,000 വർഷങ്ങൾ തപസ്സു ചെയ്തു എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. 10,000 വർഷങ്ങളായപ്പോൾ രാജാവ് ഉണങ്ങിയൊരു പെൻസിൽ പോലെ ആയി. ഇതുകൊണ്ട് രാജാവിൻ്റെ പത്നിക്ക് ഭയങ്കര ദുഃഖം തോന്നി. അപ്പോഴാണ് അവരെന്ത് ചെയ്തു, പത്മിനി എന്നാണ് അവരുടെ പേര്, പത്മിനി അനസൂയ ദേവിയെ കാണുന്നത്. അനസൂയ ദേവിയോട് തൻ്റെ കഥകളൊക്കെ പറഞ്ഞ് എന്താണ് ഇനി ഇതിനൊരു പരിഹാരം, സന്താനഭാഗ്യത്തിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അനസൂയ ദേവിയോട് ചോദിക്കുമ്പോൾ അനസൂയ ദേവിയാണ് പത്മിനിയോട് പറയുന്നത്, ഈ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മതിയെന്ന്. അപ്പോൾ കുട്ടികളുണ്ടാകണം എന്നുള്ളവർക്ക് ഈ ഒരു ഏകാദശി ഭയങ്കര പ്രധാനമാണ്. പുരുഷോത്തമ മാസത്തിൽ വരുന്ന ഏകാദശി വ്രതം അങ്ങനെയാണ് ഈ രാജാവിൻ്റെ ഭാര്യയുടെ പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു വ്രതത്തിന് പിന്നീട് എന്ത് പേര് വന്നു? പത്മിനി ഏകാദശി എന്ന് പേര് ലഭിച്ചു. പുരുഷോത്തമ ഏകാദശി എന്നും പറയാറുണ്ട്. പുരുഷോത്തമ ഏകാദശി എന്നും പത്മിനി ഏകാദശി എന്നും ഈ ഒരു ഏകാദശിക്ക് പേരുണ്ട്. അനസൂയ ദേവിയുടെ ഉപദേശപ്രകാരം പുരുഷോത്തമ മാസത്തിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ഭഗവാൻ മഹാവിഷ്ണു പത്മിനിയോട് എന്ത് വരം വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ റാണി പറയും, ഞാൻ എടുത്ത ഈ ഏകാദശിയുടെ പുണ്യം എൻ്റെ ഭർത്താവിന് നൽകണം. അപ്പോൾ ഭഗവാൻ ഭർത്താവിനോട് ചോദിക്കും, എന്ത് വരമാണ് ഭഗവാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രാജാവ് പറയും, എനിക്ക് വളരെയധികം ബലവാനായിട്ടുള്ള ഒരു മകനെ തരണം. അതായത് ദേവന്മാർക്കും രാക്ഷസന്മാർക്കും മനുഷ്യർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്ത അങ്ങയ്ക്ക് മാത്രമേ അവനെ തോൽപ്പിക്കാൻ സാധിക്കാവൂ. അങ്ങനെയുള്ള ഒരു ബലവാനായിട്ടുള്ളൊരു മകനെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയും. ഭഗവാൻ അനുഗ്രഹിക്കുകയും അതിനുശേഷം അവർ മഹിഷ്മതി നഗരത്തിലേക്ക് പോവുകയും താമസിയാതെ തന്നെ രാജാവിനൊരു പുത്രൻ ജനിക്കുകയും ആ പുത്രൻ്റെ പേരാണ് കർത്തവീരാർജുനൻ. കർത്തവീരാർജുനൻ നോക്കി നമ്മൾ നാമമൊക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ കർത്തവീരാർജുനൻ രാവണനെ പോലും തോൽപ്പിച്ചു എന്നൊരു കഥയുമുണ്ട്. ഈ പത്മിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചത് വഴി രാജാവിന് ലഭിച്ചത് എന്തുകൊണ്ടാണ് രാജാവിന് കുട്ടികൾ ഉണ്ടാവാതിരുന്നത് എന്ന് പറഞ്ഞാൽ, രാജാവ് മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ് ഇവർക്ക് കുട്ടികളുണ്ടാകാതിരുന്നതും ഇവരിങ്ങനെ വ്രതമൊക്കെ എടുത്ത് കുട്ടികളുണ്ടാകേണ്ടി വന്നതുമൊക്കെ. അപ്പം ഏകാദശി വ്രതം അനുഷ്ഠിച്ചപ്പോൾ അവർ ആ പാപം മാറിക്കിട്ടി. നമ്മുടെ ജീവിതത്തിലും ഏതൊരു തടസ്സവും ഉണ്ടാകുന്നതിനും മുൻജന്മ പാപങ്ങൾ ഒരു കാരണമാണ്. അപ്പോൾ അത് മാറിക്കിട്ടുന്നതിന് വേണ്ടി ഈ പത്മിനി ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിച്ചാൽ മതി. ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ബുധനാഴ്ച അതികാലെ 12:45 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെയുള്ള 12 മണിക്കൂർ സമയമാണ്. അതായത് 12:45 AM to 12:45 PM ആണ് ഹരിവാസര സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നത് വളരെയധികം പുണ്യം നൽകും. പാർണം വിടേണ്ടത് 28-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 5:22 മുതൽ 7:55 വരെയുള്ള സമയം ആണ്. ഈ ഒരു ഏകാദശി വ്രതം ആരും തന്നെ മിസ് ചെയ്യരുത്. വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഭഗവാന് തുളസിയില സമർപ്പിക്കാവുന്നതാണ്. ഭഗവാന് 33 ദീപങ്ങൾ കൊളുത്താം. ഭഗവാന്റെ നാമങ്ങൾ 33 തവണ ചൊല്ലാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 33 ദീപം കൊളുത്തുമ്പോൾ പഞ്ഞി കൊണ്ടുള്ള ദീപം വേണം കൊളുത്താൻ. ഒരു വലിയ ചിരാതിൽ ഒന്നിച്ചാണ് കൊളുത്തുന്നതെങ്കിലും 31 ദീപം പഞ്ഞിത്തിരികൾ ഒന്നിച്ച് ചേർത്ത് വേണം ദീപം കൊളുത്താൻ. യോജിപ്പിച്ച് ഒന്നിച്ച് വേണം ഈ ദീപം കൊളുത്തേണ്ടത്. ഇതുകൂടാതെ പുരുഷോത്തമ മാസത്തിൽ ചൊല്ലേണ്ട നാമങ്ങളെല്ലാം കൃത്യമായി ചൊല്ലണം. എല്ലാ ദിവസവും നിങ്ങൾ തുളസി പൂജ ചെയ്യണം, നാമങ്ങൾ ചൊല്ലണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ഏകാദശി ആശംസിക്കുന്നു. നിങ്ങൾക്ക് കൃത്യതയോടുകൂടി ഇതെല്ലാം ചെയ്യാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കട്ടെ. ഭഗവാൻ എന്ത് പ്രാർത്ഥിച്ചാലും ഈ സമയത്ത് നടക്കുന്നതാണ്. തുളസീദേവിക്ക് പൂജ ചെയ്യുമ്പോൾ പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭി ക്ഷീരോത്മദനോപതേ തുളസീത്വം നമാമ്യമഹം. ഈ ഒരു നാമം ചൊല്ലിക്കൊണ്ട് തുളസിക്ക് പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നെയ്ദീപം തെളിയിക്കണം. തുളസിക്ക് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. 33 വട്ടം ദീപം നാമങ്ങൾ ചൊല്ലണം. 33 ദീപം തെളിയിക്കണം. ഇതെല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ്. കൂടുതലും പറഞ്ഞിട്ടുള്ളത് 33 ദീപത്തെക്കുറിച്ചാണ്. അത് മറക്കാതെ ചെയ്യുക. രണ്ടാമത് തുളസി ദേവിക്ക് തുളസിയുടെ ചുവട്ടിൽ പൂജ ചെയ്യുക. ഇത് രണ്ടുമാണ് ഇതിൽ പ്രധാനം. പിന്നെ നാമജപം, ഇത് നിങ്ങൾ ചെയ്താൽ ഈ വ്രതത്തിൻ്റെ എല്ലാ പുണ്യവും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അധികമായി ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.